സൈലത്തിൻ്റെ NMMS മോഡൽ എക്സാം നിങ്ങൾക്കറിയാം. ഡിസംബർ 9-ാം തീയതി നിങ്ങളുടെ NMS എക്സാമിനേഷൻ ആണ്. അതിന് മുന്നായിട്ട് ഞങ്ങളുടെ വക ഒരു എക്സാം വന്നാലോ? മക്കളെ, ഈ വീഡിയോ നിങ്ങളുടെ സ്കൂൾ അധ്യാപകർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോ ഒന്ന് അയച്ചു കൊടുക്കുക. കേരളത്തിലെ 14 ജില്ലകളിലും ഫ്രീ ആയിട്ട് ഒരു പ്രീ NMS എക്സാമിനേഷൻ സൈലം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അനന്ത് സാർ വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് മക്കൾ മെസ്സേജ് അയക്കാറുണ്ട്, സാർ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫോമിലേക്ക് ജോയിൻ ചെയ്യുക, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. മക്കൾ ആദ്യം മുതൽ അവസാനം വരെ കാണാം. മക്കളെ, പറഞ്ഞതുപോലെ തന്നെ 14 ജില്ലകളിലും നമ്മൾ എക്സാം നടത്തുന്നുണ്ട്. 14 സെൻറ്റേഴ്സിലായിട്ടാണ് എക്സാം നടത്തുന്നത്. ഡിസംബർ 7-ാം തീയതിയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞോ സമയമുണ്ടോ എന്നൊക്കെ ഒരുപാട് മക്കൾ ചോദിക്കാറുണ്ട്. അതെല്ലാം നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാം. നിങ്ങൾക്കിപ്പം സൈഡിൽ കാണിച്ചിട്ടുണ്ടാവും. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും രജിസ്ട്രേഷൻ ഫോർ NMS മോഡൽ എക്സാമിനേഷൻ. ആ ലിങ്കിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എത്താൻ പോകുന്നത് ഒരു ഇൻ്റർഫേസിലേക്കാണ്. അത് കൃത്യമായിട്ട് കാണാം. NMS മോഡൽ എക്സാമിനേഷൻ ഡിസംബർ 7 2024 കൊടുത്തിട്ടുണ്ടാവും. മക്കൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ബട്ടൺ നെക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അവിടെ ചോദിച്ചിട്ടുണ്ടാവും. മക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേര് എന്ത് ചെയ്യുക, അവിടെ എന്ത് ചെയ്യുക, കൊടുക്കുക. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഉണ്ടാവും. ആ പേര് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ ചോദിക്കുന്നുണ്ടാവും. കാരണം ആ നമ്പറിലേക്കാണ് നിങ്ങളുടെ എന്ത് വരിക, രജിസ്ട്രേഷൻ PDF അഥവാ നമ്മൾ ഹാൾ ടിക്കറ്റ് വരിക. നിങ്ങൾ കൃത്യമായിട്ടുള്ള നമ്പർ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കൊടുക്കുക. നിങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങളുടെ ജെൻഡർ ഏതാ ചോദിക്കും. മെയിലാണ് മെയിൽ, ഫീമെയിൽ. നിങ്ങളുടെ മെയിൽ നിങ്ങളുടെ ഏതാണോ അതെന്ത് ചെയ്യുക, ജെൻഡർ അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് കൃത്യമായിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എന്ത് ചെയ്യുക, അവിടെ എഴുതി കൊടുക്കുക. ഏതാണ് സ്കൂൾ, ആ സ്കൂളിൻ്റെ പേര് കൃത്യമായിട്ട് കൊടുക്കുക. മാത്രമല്ല, നിങ്ങളുടെ സ്കൂളിൽ നിൽക്കുന്ന പിൻകോഡോ അല്ലെങ്കിൽ നിങ്ങളുടെ പിൻകോഡോ എന്ത് ചെയ്യുക, ഒന്ന് കൊടുക്കുക. കാരണം നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയേണ്ടതല്ലേ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മീഡിയത്തിലാണ്, മലയാളം മീഡിയത്തിലാണോ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിക്കുന്നത്, അതെന്ത് ചെയ്യുക, ഒന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ജില്ലയിൽ ആണ് എക്സാം നടത്തുന്നത് കൃത്യമായിട്ട് ചോദിക്കേണ്ടത്. എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാണാം 14 ജില്ലകളും കാണാം. കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഇക്ബാൽ സ്കൂളാണ്. തലശ്ശേരി, കണ്ണൂർ സൈലം സെൻറ്ററിൽ തന്നെയാണ്. അതേപോലെ കണ്ണൂർ പിന്നുള്ളത് ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. വയനാട് സെൻറ്റ് ജോസഫ് സ്കൂളുണ്ട്. കോഴിക്കോട് നടക്കാവുണ്ട്. അതേപോലെ തന്നെ നാദാപുരം ഉണ്ട്. ഓരോ സ്കൂളിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട്. മലപ്പുറം പ്രസൻറ്റേഷൻ സ്കൂൾ പെരിന്തൽമണ്ണയുണ്ട്. മലപ്പുറത്ത് പിന്നെയും AV സ്കൂൾ പൊന്നാനിയിലുണ്ട്. മലപ്പുറത്ത് എയ്സ് പബ്ലിക് സ്കൂൾ മഞ്ചേരി. അപ്പോൾ മഞ്ചേരി ആഡ് ചെയ്തിട്ടുണ്ടോ? ഒരു കുട്ടി മെസ്സേജ് അയച്ചപ്പോഴാണ് മഞ്ചേരി ആഡ് ചെയ്ത് കൊടുത്തത്. അതേപോലെ മലപ്പുറത്ത് കോട്ടക്കലുണ്ട്. പാലക്കാട് സൈലം സെൻറ്ററിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇങ്ങനെ 14 ജില്ലകളിലും നമ്മൾ എക്സാം നടത്തുന്നത്. ഇടുക്കി, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരത്ത് എല്ലാ ജില്ലകളും എന്തുണ്ട്, എക്സാം നടക്കുന്നുണ്ട്. നിങ്ങൾ ഏതാണോ സെൻറ്റർ ചൂസ് ചെയ്യുന്നത് ആ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങളുടെ കൃത്യമായിട്ടൊരു ഹാൾ ടിക്കറ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ടാവും. അത് സബ്മിറ്റ് കൊടുക്കുക. പ്ലീസ് വെയിറ്റ്, താങ്ക് യു എന്ന് കാണാം. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അന്നത്തെ എക്സാമിലേക്കുള്ള എൻട്രി കിട്ടിയിട്ടുണ്ട്. കൃത്യം 11:30 അല്ലെങ്കിൽ നിങ്ങൾക്ക് 1:30 നിങ്ങൾ എന്ത് ചെയ്യുക, അവിടേക്ക് എത്താൻ ശ്രമിക്കുക. 1:30 എത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യം 2 മണിക്കാണ് എക്സാം തുടങ്ങുക. ലാസ്റ്റ് എൻട്രി 1:30 മക്കൾ 7-ാം തീയതി കൃത്യം തന്നെ അങ്ങോട്ട് എത്തുക. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ വരിക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് വരിക. ഏതൊക്കെ സെൻറ്റേഴ്സ് ഇനിയും ഡൗട്ടുള്ള മക്കൾക്ക് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് 14 സെൻറ്റേഴ്സ്. ആ 14 ജില്ലകളിലുള്ള സെൻറ്റേഴ്സ്. ആ സെൻറ്ററിൽ പോകാം. മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഒന്നിലധികം സെൻറ്റേഴ്സ് ഉണ്ട്. തിരുവനന്തപുരത്ത് അടക്കമുണ്ട്. മക്കളെ, ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവിടെ ഞങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങൾ 9-ാം തീയതി പോകുന്ന എക്സാമിന് ഉണ്ടാവുക. മക്കളെ, നമുക്ക് എല്ലാം ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങളെ കൂടെ എന്നും ഉണ്ട്. ഫ്രീ ആയിട്ടാണ് നിങ്ങൾ എക്സാം എഴുതടാ. അടിപൊളിയാക്കുക. ഒരൊറ്റ കാര്യം, നിങ്ങളുടെ ടീച്ചേഴ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ഷെയർ ചെയ്യുമ്പോൾ എന്തെയും നിങ്ങൾ ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഒരുക്കാൻ നോക്കുക. പ്രിയ ടീച്ചേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, മക്കളെല്ലാവരും ഒരുമിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ നോക്കുക. അവർക്ക് ഒരു ആവേശവും അവർക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടതെന്നുള്ള എല്ലാ കാര്യവും അവിടുന്ന് കിട്ടാൻ ശ്രമിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. എല്ലാവർക്കും അടിപൊളിയാവട്ടെ. ഈ എക്സാമിന് ശേഷം നിങ്ങളെ പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്യാം, എക്സാമിൻ്റെ സമയത്താകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒരു പക്ഷേ നമുക്കൊക്കെ എന്ത് ചെയ്യാം, അവിടുന്ന് കാണാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എക്സാം അടിപൊളിയാക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഷെയർ ആക്കാം.